മിക്കവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സർവീസ് ബിസിനസ് ആണ് മെയിൻ ആയിട്ട് ആദ്യം ആരംഭിക്കുക. ഈ സർവീസ് ബിസിനസ്സിൽ മെയിൻ ആയിട്ട് പെടണം എന്താ വെച്ചാൽ ഹോട്ടൽസ്, ട്രസ്റ്റുകള്, ഇതൊക്കെയാണ് സർവീസ് ബിസിനസ്സിൽ വരിക. അപ്പൊ ഈ സർവീസ് ഹോട്ടൽസിലും ട്രസ്റ്റിലും എന്താ പ്രത്യേകത വെച്ചാൽ ഇവിടെയൊന്നും ഇൻകം ടാക്സുകാരോ ബാങ്കുകാരോ വന്ന് ചോദിക്കില്ല എത്ര പേര് വന്ന് കഴിച്ചു, എത്ര ദോശ കഴിച്ചു എന്നുള്ള കണക്കൊന്നും ഉണ്ടാവില്ല. ആ ബില്ലിൽ എന്താണ് എഴുതുന്നത് അതാണ് അവിടുത്തെ കണക്ക്. അതുകൊണ്ടാണ് അവര് ഹോട്ടൽ തുടങ്ങണത്. പിന്നെ വേറെ എന്താ വെച്ചാൽ ട്രസ്റ്റ് ആണ്. പിന്നെ ട്രസ്റ്റ് എമൗണ്ട് പരിചയമില്ലാത്ത ഒരു അജ്ഞാതം ഇത്ര രൂപ ഇട്ടു തന്നു എന്ന് പറയാ മാത്രമേ കൊണ്ടുള്ളൂ. അതിനും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ട്രസ്റ്റ് തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 12A വകുപ്പ് പ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ കാർ പാർക്കിംഗ് തുടങ്ങുക എന്നുള്ളതാണ്. ഈ കാർ പാർക്കിംഗ് ചെയ്യാനുള്ള ഒരു സ്ഥലം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മേരകയില് പോയപ്പോ അവിടെ കാർ പാർക്കിങ്ങിന് 50 രൂപ വെച്ച് വാങ്ങുന്നുണ്ട്. ഒരു ദിവസം എത്ര കാറ് വരുന്നു എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അറ്റ് എ ടൈം തന്നെ 10-50 കാറോളം നിൽക്കുന്നുണ്ട്. എല്ലാം ഓരോരോ അരമണിക്കൂർ കഴിയുന്തോറും ഒരു കാറ് വരുന്നു, ഇറങ്ങണു, പോകുന്നു, വീണ്ടും വേറെ കാറ് വരുന്നു, ഇറങ്ങണു, പോകണു, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണു. അപ്പൊ ഈ 50 രൂപ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം അവർക്ക്. അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ദിവസം എത്ര കാറ് വന്നു എന്നുള്ള കണക്കൊന്നും എന്തായാലും നമുക്കത് വേറൊരു കള്ളക്കണക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റും. പിന്നെ അടുത്ത എന്താ വെച്ചാൽ ഈ പള്ളി തുടങ്ങുക, അല്ലെങ്കിൽ ചർച്ച് കെട്ടുക, അല്ലെങ്കിൽ അമ്പലം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോ ഇതിലൂടെ എത്ര എമൗണ്ട് ഇട്ടാലും വലിയ പ്രശ്നമില്ല. കാരണം അമ്പലത്തിന് ദക്ഷിണ വെച്ചാണ്, സംഭാവന തന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റും. പിന്നെ ഒരു ചെലവ് കുറഞ്ഞ ഒരു ഐറ്റമാണ് ഫ്ലവർ ഷോപ്പ് തുടങ്ങുക എന്നുള്ളത്. ഈ ഫ്ലവർ ഷോപ്പ് തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഈ പൂക്കള് എന്തായാലും അധിക കാലം ഒന്നും നിൽക്കില്ലല്ലോ, എന്തായാലും പെട്ടെന്ന് വാടിപ്പോവും. പൂക്കള് വാങ്ങി പറഞ്ഞിട്ടുള്ള ഒരു കണക്ക് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ അത് വിറ്റ് പോയാലും വലിയ പ്രശ്നമില്ല, വിറ്റ് പോയില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ ആർട്ട് ഗാലറിയാണ്. ഇപ്പൊ ആർട്ട് ഗാലറി എന്താ വെച്ചാൽ ഇപ്പൊ കുറെ ചിത്രങ്ങൾ ഉണ്ടാവും. ഈ ചിത്രങ്ങളൊക്കെ കൂടുതലും ഒരു ഓപ്ഷനിലൂടെയാണ് കൂടുതലും വിൽക്കാറ്. അപ്പൊ ഈ ഓപ്ഷൻ എമൗണ്ട് ആക്ച്വലി ചിലപ്പോ പണമായിട്ടായിരിക്കും കൂടുതൽ പേരും കൊടുക്കുക. അങ്ങനെയും നമുക്ക് ആക്ച്വലി ബ്ലാക്ക് വൈറ്റ് ആക്കാനുള്ള എളുപ്പം ഒരു മാർഗമാണ്. പിന്നെ അടുത്ത് സിനിമാ തിയേറ്റർ കിട്ടുകയാണ്. സിനിമാ തിയേറ്റർ ഉണ്ടാക്കി കഴിയുമ്പോ എന്താ ഗുണം എന്താ വെച്ചാൽ ടിക്കറ്റ് വിറ്റ കാശ് നമുക്ക് കാണിക്കാൻ പറ്റും. അത് സിനിമ ഹിറ്റായാലും ഫ്ലോപ്പ് ആയാലും ഒരു പ്രശ്നമില്ല. അതിലൂടെ നമുക്ക് സുഖമായിട്ട് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ക്രിപ്റ്റോ വാലറ്റ്സ് വാങ്ങാന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എന്തായാലും ഒരു ക്രിപ്റ്റോ വാങ്ങണമെങ്കിൽ അതിപ്പോ ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ പല രാജ്യത്തും നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തിട്ട് ഒരു ക്രിപ്റ്റോ കോയിൻ വാങ്ങണ ഏർപ്പാട് ലോകത്ത് പല രാജ്യത്തും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ബ്ലാക്ക് ആ രാജ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ വാങ്ങാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എന്തായാലും ഇപ്പോ അങ്ങനെ പറ്റില്ല. കാരണം ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മാത്രമേ ഇപ്പൊ നിങ്ങൾക്ക് ക്രിപ്റ്റോ വാങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെയാണ്. ഇനി അടുത്ത് ഫർണിഷ് ഷോപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. ഈ ഫർണിഷ് ഷോപ്പ് തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ സീസൺ അനുസരിച്ചിട്ട് അതിന്റെ വിലകളുടെ നല്ല വ്യത്യാസം വരും. അപ്പൊ ഈ ഫർണിഷിന്റെ നിങ്ങളുടെ ഫർണിച്ചറൊക്കെ ആക്ച്വലി ഒരു വുഡിൻ മേക്കിംഗിലായിട്ടുള്ള ഷോപ്പ് ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് കുറഞ്ഞ വളരെ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ വിറ്റ് എമൗണ്ടും കിട്ടും, നിങ്ങളുടെ ബ്ലാക്ക് വൈറ്റ് ആക്കലും ഒരുമിച്ചാവും. അപ്പൊ ഈ 2 എമൗണ്ടും കൂടി നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് സുഖമായിട്ട് സേഫ് ആയിട്ട് എത്തിക്കാനും പറ്റും. അങ്ങനെ നമുക്ക് ഈ ഫർണിച്ചർ ഷോപ്പിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലൂടെ ഇത് നിങ്ങൾക്ക് അത്ര സാധ്യമാവില്ല. കാരണം അതിനൊരു ഫിക്സഡ് എമൗണ്ട് ഉള്ളതും കൊണ്ട്, അത് MRP പ്രൈസ് ഉള്ളതും കൊണ്ട് നിങ്ങൾക്ക് അതിൽ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഇലക്ട്രോണിക്സിൽ നിങ്ങൾ റീഫർബിഷ്ഡ് ആണ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി ഒക്കെയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എമൗണ്ട് നിങ്ങൾക്ക് അതിൽ ഈടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഫ്രൂട്ട്സിന്റെ ഷോപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ ആരും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എത്ര ആപ്പിൾസ് വിറ്റു, എത്ര മാംഗോസ് വിറ്റു എന്നുള്ളതൊന്നും ആരും കണക്ക് ചോദിക്കില്ല. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. പിന്നെ അടുത്തത്, ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, ഒരു ഫോറിൻ ബാങ്ക് ഉണ്ട് ആക്ച്വലി, HBSC എന്നുള്ള ഒരു ഹോങ്കോങ് ബാങ്ക് ഉണ്ട്. ഇത് മെയിൻ ആയിട്ട് ആക്ച്വലി മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബാങ്കാണ് എന്ന് പറയുന്നുണ്ട്. ഒരു റൂമർ മാത്രമേ ഉള്ളൂ. സത്യം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഇത് തുടങ്ങിയ സമയത്ത്, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി ഒരു 100 കൊല്ലത്തിനടുത്തായി തോന്നുന്നു. ഈ ബാങ്ക് തുടങ്ങിയ സമയത്ത് കൂടുതലും എത്രയോ ബില്യൺസ് ഓഫ് റുപ്പീസ് ഇവര് ബ്ലാക്ക് വൈറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നുണ്ട്. അത് ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഈ ബാങ്കിലൂടെ നിങ്ങൾക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കാവുന്നതാണ്.